ആമുഖമായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. എന്താണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിജയരഹസ്യം? കേവലം ഭാഗ്യമാണോ, അതോ ജോലിയോടുള്ള ഒരു അർപ്പണബോധമാണോ, ആത്മാർത്ഥതയാണോ, കഠിനാധ്വാനമാണോ? ഒരു ഉദാഹരണം പറയാം. പെട്ടെന്ന് ലാലിനുണ്ടായ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഇന്നലെ രാത്രിയാണ്. അതുമൂലം ഒരക്ഷരം പോലും സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ലാൽ ഇന്നലെ. അപ്പോൾ ഈ പ്രോഗ്രാം മാറ്റിവെക്കുന്ന കാര്യം വരെ ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ ലാലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ലാൽ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വരാം, വന്ന് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാം. അതാണ് മോഹൻലാൽ. നല്ല പ്രയാസമുണ്ടല്ലേ സംസാരിക്കാൻ? എൻ്റെ ശബ്ദം ഒരു വോയിസ് ടെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. സൗണ്ട് ബോക്സിൻ്റെ അകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പ്രയാസങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ വന്നല്ലോ. അതിനാണ് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നടന്മാരിൽ ഒരാളായ മോഹൻലാലിനെ ആദ്യം മേക്കപ്പ് അണിയിച്ച മേക്കപ്പ് മാൻ ഇന്ന് നമ്മളോടൊപ്പം ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നും അഭിമാനത്തോടെ ശ്രീ മോഹൻലാലിൻ്റെ മുഖത്ത് ഈ വിരൽ കൊണ്ടാണ് മേക്കപ്പ് ആദ്യമായിട്ട് ചെയ്തതെന്ന് ഇന്നും അഭിമാനത്തോടെ പറയുന്ന ആ വ്യക്തിയെ ഞാൻ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട മേക്കപ്പ് മാൻ. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ശ്രീ മണിയമ്പിള്ള രാജുവാണ് അടുത്ത അതിഥി എന്ന്. ഞാൻ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞിട്ടാണ് രാജുവേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്ങനെയാണ് ലാൽ ആദ്യം മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം എന്തായിരുന്നു? ശരിക്കും മേക്കപ്പ് മാൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ നാടകത്തിൽ അല്ലേ, ആദ്യത്തെ ഡയറക്ടർ അല്ലേ? അതെ, ആദ്യത്തെ നാടകത്തിൻ്റെ സംവിധാനമായിട്ടാണ് ഞാൻ വരുന്നത്. ലാലിനെ അന്ന് നാടകം പഠിപ്പിച്ചു. ആ നാടകത്തിന് ഫസ്റ്റ് പ്രൈസും കിട്ടി, മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടി. അന്ന് അതിൻ്റെ മേക്കപ്പ് മാൻ ഞാനായിരുന്നു. അങ്ങനത്തെ മേക്കപ്പ് മാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അന്ന് മോഹൻലാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഞാൻ 10th കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ ആ കാലത്ത് മോഡൽ സ്കൂൾ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു 10th കഴിഞ്ഞ് പോകുന്ന സമയത്ത്. അങ്ങനെ ഒരു ദിവസം മോഹൻലാലും വേറെ 2 കുട്ടികളും വന്നിട്ട് ഇങ്ങനെ നാടകം അഭിനയിക്കണം. ഞാൻ പറഞ്ഞു പിറ്റേന്ന് വരാൻ പറഞ്ഞു. അന്ന് ജനകീയത്തിൽ സീരിയലൈസ് തരുന്ന ഒരു നാടകമാണ് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ്. അപ്പോൾ ഈ കുട്ടികൾ ഓരോരുത്തരും വെച്ച് ഇങ്ങനെ വേഷം ട്രൈ ചെയ്യും. എനിക്ക് അറിഞ്ഞിട്ടില്ല അതിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പം ആദ്യം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ വളരെ കറക്റ്റായിട്ട് അതിനകത്തൊരു 80 വയസ്സായ ഒരു വൃദ്ധൻ്റെ വേഷമുണ്ട്. അത് വളരെ കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ പുള്ളി അങ്ങനെ അതിലെ മെയിൻ റോളാണ് ആ ക്യാരക്ടർ. അത് നന്നായിട്ട് ചെയ്തു. ആദ്യം അരങ്ങേറും തന്നെ 80 വയസ്സുകാരനായിട്ടാണ് അതിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. എന്താണ് അന്ന് അങ്ങനെ ഒരു അഭിനയിക്കണമെന്നൊരു മോഹം, അല്ലെങ്കിൽ മണിയമ്പിള്ള രാജുവിനെ ചെന്ന് കാണാൻ? അന്ന് സുധീർ കുമാറാണ്. നാടകത്തിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ കാണാനാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ചെന്ന് പറഞ്ഞു. അതെ, അതെന്തോ ഒരു നിയോഗം പോലെ അങ്ങനെ സംഭവിച്ചു. പിന്നീട് സിനിമയിൽ വന്നിട്ട് എപ്പോഴാണ് ആദ്യത്തെ ഒരു മീറ്റിംഗ് നടക്കുന്നത്? ഓർമ്മയുണ്ട്? അതുകൊണ്ട് ഞാൻ ഒരു 73 to 75 മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് ഒരു 3 കൊല്ലം നസീർ സാറ് ഇപ്പം മരിച്ചു ഒരു 10-40 പേരുമായിട്ട് അന്ന് അഭിനയിച്ചിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ശ്രീ ബാലേന്ദ്രൻ്റെ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള 81 ആ പടം കഴിഞ്ഞിട്ട് പങ്കജ് ഹോട്ടലിൻ്റെ ഒരു ഇനോഗ്രേഷനാണ് വന്നിട്ട് വേണ്ടത്. അന്ന് അവിടെ വരുമ്പം മോഹൻലാൽ അവിടെ വരുന്നുണ്ട്. കാലിൽ ബാൻഡേജൊക്കെ ഇട്ടിട്ട്, അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ജീപ്പിൽ എന്തോ തട്ടി കാലൊടിഞ്ഞായിട്ട്. അന്നാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് വളരെ നാളെ ശേഷം. ഇങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അതെ, എന്നും ഒരു നാണം കുടുങ്ങിയുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലേ മോഹൻലാലിന്? മോഹൻലാൽ ഇപ്പോഴും ഭയങ്കര ഷൈ ആണ്. അതെ, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരാൾ, ഒരു ക്രൗഡ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പിന്നെ അല്ലെങ്കിൽ വണ്ടിയിൽ അടുത്തിരിക്കുന്ന ഒരു പരിചയമില്ലാത്ത ഒരാൾ ഹലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ ഇതായി പോകും. അതേസമയം ഫ്രണ്ട്സ് അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ ഇത്രയും ഫ്രീ ആവുന്ന ആൾ ലോകത്തില്ല. ഇപ്പോഴും ആലോചിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ആക്ടറിന് വേണ്ട ഒരു ഘടകമാണ് എനർജി എന്നുള്ള സംഭവം. അത് രാവിലെ വരുമ്പോൾ മേക്കപ്പ് ഇട്ടെല്ലാം റെഡി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അലർട്ടായിട്ട് നിൽക്കുകയും ഒരു 5 മണി കഴിയുമ്പോഴത്തേക്ക് എത്ര മണിവരുണ്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് എനർജി ഡ്രോപ്പ് ആവും നമ്മളെ കാണാറുണ്ട്. മോഹൻലാൽ എന്നുള്ള ആക്ടർ രാവിലെ 6 മണിക്ക് വന്നിട്ട് രാത്രി 2 മണിക്ക് പാക്കപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ പയർ പോലെ നിൽക്കുന്നതല്ല. ആ എനർജി ഇല്ല. ആ എനർജി അദ്ദേഹത്തിൻ്റെ ഒരു കൂടപ്പിറപ്പാണ്.
അതെന്താണ് റെസ്ലറൊക്കെ ആയിരുന്നതിൻ്റെ ഒരു എനർജിയാണോ അത്? അല്ല ഇതിനകത്ത് ആരോഗ്യം മനസ്സാണ് എനർജി. മനസ്സുണ്ട്. അല്ല, കോളേജ് പഠിക്കുമ്പോൾ റെസ്ലിംഗ് ഒക്കെ അത് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ. റെസ്ലിംഗ് പഠിച്ചു വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കറക്റ്റായിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞത് റെസ്ലിംഗ്. അല്ല, റെസ്ലിംഗ് ചാമ്പ്യനായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. റെസ്ലിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പോയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ജോലിയോട് എന്ത് ജോലി ചെയ്താലും അതിനോടൊരു സ്നേഹം എന്ന് പറയുന്നതാണല്ലോ, അത് എന്ന് ഇല്ലാതാവുന്നു പിന്നെ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യരുത്. അത്രയും ടയർഡാണെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറയണം. ഞാൻ ഒരു വർഷമൊക്കെ 36 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർക്കഹോളിക്കായി മാറി. ഒരു ദിവസം എത്ര സിനിമ വരെ ചെയ്തിട്ടുണ്ട്? മുമ്പ് 1-2 സിനിമയൊക്കെ മാക്സിമം. കണ്ടിന്യൂസ് ആയിട്ട് ഈ 24 അവർ വർക്ക് എത്ര ദിവസത്തോളം ചെയ്തിട്ടുണ്ടാവും ഓർമ്മയുണ്ട? 5-6 ദിവസമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആണല്ലേ? നമുക്കിത് ഒരു ഡിസോറിയൻറ്റഡ് മതിഭ്രമം ഉണ്ടാകുന്ന പോലെ നമുക്ക് അറിയാത്ത തരത്തിലൊക്കെ ആയിട്ടുണ്ട് വർക്ക് ചെയ്ത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്ത് ആ പടങ്ങൾ പിന്നീട് കാണുമ്പോൾ ഓർമ്മിക്കാൻ പറ്റുമോ? അന്ന് വർക്ക് ചെയ്ത സീൻ എടുത്തു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഈ സീൻ അഭിനയിച്ചതെന്ന് പോലും ഓർമ്മയുണ്ടാവാത്ത അവസ്ഥ. പെട്ടെന്ന് വർക്ക് തീരാനും അതും ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? നമ്മളത് ബാക്കിയുള്ള നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ കൂടെ ഒത്തിരി ആക്ടേഴ്സ് ഇല്ലേ. അപ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേർക്ക് പ്രോബ്ലം ആവും. എന്നാണ് ഈ അഭിനയ മോഹം ആദ്യമായി മനസ്സിൽ വന്നതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ജന്മന ഈ നാടകം ആരൊക്കെയോ പറഞ്ഞ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ വീണ്ടും ഞാൻ 10ാം ക്ലാസ്സിലും ബെസ്റ്റ് ആക്ടറായിരുന്നു. പിന്നെ കോളേജിൽ പോയിട്ട് ഡ്രാമകൾ ചെയ്തു. പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് സിനിമ എടുത്തു. അവരെല്ലാം കൂടെ ചേർന്ന് തന്നെ ഡിഗ്രിയൊക്കെ ചെയ്തപ്പം ബയോഡേറ്റ ഫില്ല് ചെയ്ത് നവോദയക്ക് അയച്ചു. അങ്ങനെ സിനിമയിൽ കയറി. മലയാള സിനിമയിൽ മറ്റാർക്കും ഇത്രയും കാലമുള്ള മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ തന്നെ മറ്റാർക്കും അവകാശപ്പെടാൻ അതല്ലെങ്കിൽ ഓർത്ത് സന്തോഷിക്കാൻ ഇങ്ങനെ ഉണ്ടാവില്ല. ഒരു ഗ്രൂപ്പ് മൊത്തം സിനിമയിൽ വന്നു അല്ലേ? അവരെല്ലാവരും തന്നെ സിനിമയിൽ സജീവമായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ? പിന്നീട് ഈ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിട്ടാൽ പിന്നീടൊരു സമാഗമ വേദിയായിരുന്നല്ലേ കോഫി ഷോപ്പ്. അവിടെയായിരുന്നു പിന്നീട് സുഹൃത്തുക്കളുടെ ഒരു സമാഗമ വേള. അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വരാറില്ല. കോഫിയല്ല അധികം കുടിക്കുന്നത്, ചായയാണ് അല്ലേ കൂടുതൽ ഇഷ്ടം? അല്ല, വേറെ ഉണ്ടല്ലോ പാറ്റിയൊക്കെ. ശരി രാജേട്ടാ, വന്നതിനും ഞങ്ങളോടൊപ്പം ഈ അപൂർവ സമാഗമം പങ്കിട്ടതിനും ഒരുപാട് നന്ദി. അനുഭവങ്ങൾ പങ്കുവച്ചതിനും.